ബഹുമാനപ്പെട്ട വി സുനിൽകുമാർ സർ, ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അസറ്റ് ഹോംസ്. അദ്ദേഹത്തിന് ഇന്ന് വലിയ തിരക്കുള്ള ഒരു ദിവസമാണ്. ആ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റ് അതിഥികളുടെ സമ്മതത്തോടു കൂടി ഇന്നത്തെ ചടങ്ങിൽ ഞങ്ങളോട് ആ സന്തോഷം പങ്കുവെക്കുന്നതിനായി, പ്രത്യേകിച്ചും ഈ ചടങ്ങ് നിർവഹിച്ചതിൻ്റെ ഒരു അഭിമാന മുഹൂർത്തത്തിൽ പങ്കുകൊണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതിനായിരിക്കും. വളരെ സ്നേഹത്തോടെ വീട് നിർമ്മാണ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അസറ്റ് ഹോംസിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട വി സുനിൽകുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദമെടുത്തത്. അസറ്റ് ഹോംസ് സംരംഭത്തെ വികസിപ്പിച്ച് ഇന്ന് വളരെ വലിയ വിജയം കൈവരിച്ച ഒരു വലിയ ബ്രാൻഡായി അത് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഓവർ ടു യു സർ. നമസ്കാരം. മജ്ലിസിൻ്റെ ഈ സ്നേഹ സായാഹ്നത്തിൽ വേദി പങ്കിടുന്ന ഗുരുതുലനായ ശ്രീ പട്ടാഭിരാമൻ സാർ, അഭിവന്ദനായ ശ്രീ ജോയ ലൂക്ക സാർ, ആരാധനായ ശ്രീ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, വേദിയിലുള്ള മജ്ലിസിൻ്റെ ശക്തിയും ചൈതന്യവുമായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെ, ആദ്യമായിട്ട് സംസാരിക്കാൻ ക്ഷണിച്ചുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തില്ല. കാരണം എനിക്ക് 7 മണിക്ക് എറണാകുളത്ത് എത്തേണ്ട ഒരു ചടങ്ങിൽ ഞാൻ വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ടാണ്, ക്ഷമിക്കുക. മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞാൻ ഈ സദസ്സിലിരിക്കാൻ മാത്രം യോഗ്യനാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഇന്നീ മജ്ലിസിൻ്റെ രജത ജൂബിലി വിളംബരം ചെയ്യുന്ന വേദിയിൽ എന്നെ ക്ഷണിച്ചതിൻ്റെ സംഘാടകരോടും ഭാരവാഹികളുമായുള്ള ശ്രീ സലീം അബ്ദുൽ ജബ്ബാർ, ശ്രീ ബക്കർ, എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ ആതിര കൺസ്ട്രക്ഷൻസിലെ റഷീദ് തുടങ്ങിയ എല്ലാവരോടും എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഈ ക്ഷണത്തിന് പിന്നിലെ ചേതോപകാരം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ചടങ്ങിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ പ്രസക്തിയും എന്നെ കൂടുതൽ വിനയാന്വിതരാക്കുകയാണ്. കാരണം ഈ വേദിയിൽ എന്നല്ല, ഈ സദസ്സിൽ മുഴുവൻ വലിയ വ്യക്തിത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നമ്മളെല്ലാവരും ഈ ഓൺലൈൻ സമ്മേളനങ്ങളുടെ തിരക്കിലായിരുന്നു. ഓൺലൈനായിരുന്നു പ്രധാനപ്പെട്ടൊരു മാധ്യമം. ആ ഓൺലൈനിൽ നിന്നെല്ലാം മാറി നമ്മളൊരു ഓഫ്ലൈൻ സംഗമങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ അവസരത്തിൽ ഓൺലൈൻ സമ്മേളന വേദിയിലെ പ്രാസംഗികർക്കുണ്ടായിരുന്ന പല ഗുണങ്ങളും നമുക്കിന്ന് അപ്രാപ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ഓൺലൈൻ സമ്മേളനങ്ങളിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രസംഗിക്കാം. കാരണം എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, പെട്ടെന്നങ്ങ് നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതായാൽ നമ്മൾ രക്ഷപ്പെടും. ഇവിടെ പക്ഷേ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ വേദിയിൽ പറയുന്ന ഓരോ വാചകവും ഓരോ വരിയും സത്യമായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 2020 നവംബർ 1-ാം തീയതി മലയാള ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ഒരു പ്രമുഖ വനിതാ കലാലയത്തിൽ ഓൺലൈൻ സമ്മേളനത്തിൽ മലയാളത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിക്കേണ്ടായി. അപ്പോൾ സാധാരണ ഒരു ഓഫ്ലൈൻ സമ്മേളനമായിരുന്നുവെങ്കിൽ വളരെ ആഹ്ലാദത്തോടെ നമ്മൾ ഏൽക്കുമായിരുന്നു. കാരണം ഒരുപാട് സുന്ദരികളായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നൊരു കോളേജിൽ നിന്നാണ് എനിക്ക് ക്ഷണം വന്നത്. പക്ഷേ അന്ന് ഓൺലൈൻ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴും വളരെ ലാളിത്യമേറിയ മലയാളത്തിൽ ആ സമ്മേളനം ആരംഭിക്കുകയും വളരെ അർത്ഥവത്തായിട്ടുള്ള ഭാഷയിൽ പലരും സംസാരിക്കുകയെല്ലാം ചെയ്തപ്പോൾ എന്നെ പരിചയപ്പെടുത്താനായിട്ട് പെട്ടെന്ന് സ്ക്രീനിലൊരു സുന്ദരിയായിട്ടുള്ള കുട്ടി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: ശ്രീ സുനിൽകുമാർ സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അദ്ദേഹം നമ്മുടെ കച്ചവട സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിതംബമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞെട്ടിപ്പോയി. ഔദ്യോഗിക തിരക്കുകളിലും അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഈ വേദിയിൽ ദിവംഗതനായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പുതിയ തലമുറയിലെ ബിസിനസ്സിൽ എന്തുകൊണ്ടും യശസ്വരനാണ് ശ്രീ സുനിൽകുമാർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ കലാലയത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്നുകൂടി കേട്ടപ്പോൾ പെട്ടെന്ന് നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതായി. കാരണം പിന്നെ ആ കുട്ടിയെ കാണാനില്ല ഞാൻ നോക്കിയപ്പോൾ. കാരണം ഓൺലൈൻ പ്രസംഗങ്ങളിലെ ഒരു സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. പക്ഷെ എന്നെ ഈ റഷീദ് വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചത്, ഞാൻ സോക്രട്ടീസിനെയാണ് ഓർത്തു പോയത്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനും ഏറ്റവും വലിയ ചിന്തകനുമായിട്ടുള്ള ശ്രീ സോക്രട്ടീസ്, അദ്ദേഹത്തിൻ്റെ സാധാരണ എല്ലാ ദിവസങ്ങളെയും ക്ലാസ്സുകൾ കഴിയുന്ന സമയത്ത് മുമ്പിൽ നിന്ന് ശിഷ്യന്മാരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു എനിക്കിന്ന് ഇവരോടെല്ലാം ഒന്ന് സംസാരിക്കണം, എനിക്കൊന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, നീ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പ്രസംഗിക്കാൻ തീരുമാനിക്കുന്നത്? അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ സംസാരിക്കുന്നതിന് മുമ്പ് 3 ചോദ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കാം. ഈ 3 ചോദ്യങ്ങളിലൂടെ സ്വാംശീകരിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിനക്ക് അവരോട് സംസാരിക്കാൻ ഞാൻ അനുവാദം തരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ
ഈ ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഈ 3 ചോദ്യങ്ങൾ? അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ആദ്യത്തെ ചോദ്യം, നീ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ആലോചിച്ച് ശിഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ സംസാരിക്കരുത്. അപ്പോൾ ശിഷ്യന് നിർബന്ധം, എനിക്ക് സംസാരിച്ചേ പറ്റൂ. അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഉറപ്പില്ല എങ്കിൽ ഈ 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം നീ പറയേണ്ടിയിരിക്കുന്നു. 2ാമത്തെ ചോദ്യം, നീ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗുണവശങ്ങളാണോ ദോഷവശങ്ങളാണോ എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം ആലോചിച്ച് ശിഷ്യൻ പറഞ്ഞു, ഇത് കുറച്ച് ദോഷവശങ്ങൾ തന്നെയാണ്. അപ്പോഴും സോക്രട്ടീസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ സംസാരിക്കരുത്. അപ്പോഴും ശിഷ്യന് സംസാരിക്കണം. അപ്പോൾ സോക്രട്ടീസ് 3ാമത്തെ ചോദ്യം ചോദിച്ചു. 3ാമത്തെ ചോദ്യം ഇതായിരുന്നു, നീ സംസാരിക്കുന്നതുകൊണ്ട് നിനക്കോ കേൾക്കുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, സാധ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് ഉറപ്പുള്ളതിനാലും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അംശമെങ്കിലും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനാലും ആ ധൈര്യപൂർവ്വം ആ ഉദ്യമത്തിന് മുതിരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ ജീവിത കാലഘട്ടങ്ങളിലും ഓരോ സരണിയിലും വർത്തമാനകാലം ഓരോ നായകന്മാരെ നമുക്ക് സമ്മാനിക്കാറുണ്ട്. സിനിമാ രംഗത്ത് അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയും, ഗാനരംഗത്ത് യേശുദാസിനെയും, രാഷ്ട്രീയ രംഗത്ത് നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും എല്ലാം സമ്മാനിക്കുന്നത് പോലെ സംരംഭക രംഗത്ത് ഇന്ത്യക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുള്ള ഒരു നവരത്നമാണ് ശ്രീ രത്തൻ ടാറ്റ. ശ്രീ രത്തൻ ടാറ്റയുടെ നാമധേയം അനശ്വരവും അഭിമാനപൂരിതവും ആദരണീയവും അനുകരണീയവും ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും ആകർഷണീയവുമാണ്. സംരംഭകത്വം എന്ന കലയിലെ ഒരു വലിയ പ്രതികാരം എന്ന് പറയുന്നത് വലിയ വിജയങ്ങളാണ്. ശ്രീ രത്തൻ ടാറ്റയും ഫോർഡും തമ്മിലുണ്ടായ ഒരു തർക്കം അല്ലെങ്കിൽ ഉണ്ടായ ഒരു മത്സരം ഈ അവസരത്തിൽ സാന്ദർഭികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1998 ശ്രീ രത്തൻ ടാറ്റ ഇൻഡിക്ക എന്ന പേരിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പൂർണ്ണമായി ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ പൂർണ്ണമായി നിർമ്മിച്ച് വിപണിയിലിറക്കിയ വാഹനം ഒരാൾക്കും ഉപയോഗിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമിനെയും കൂട്ടി 98 ഫോർഡിൻ്റെ ചെയർമാനെ പോയി കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്ഥാപനം ഒന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫോർഡ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ സ്ഥാപനം ഏറ്റെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി ആയിരിക്കും. ഫോർഡിൻ്റെ ഹിസ്റ്ററിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി ആയിട്ടത് മാറും. മാത്രമല്ല, നിങ്ങൾക്ക് ഈ പണി അറിയില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ കാർ ഉണ്ടാക്കാൻ പോയത് എന്നാണ് ചോദിച്ചത്. ആ വാക്കുകളും കേട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന ശ്രീ രത്തൻ ടാറ്റ എടുത്തൊരു ദൃഢമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്, ഈ പ്ലാന്റ് ഞാൻ അടച്ചുപൂട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ അടച്ചുപൂട്ടാതിരുന്ന ആ പ്ലാന്റ് ഇന്ത്യയിൽ തന്നെ വീണ്ടും 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 പുനർവിചിന്തനം ചെയ്ത് നിർമ്മിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. 1999 9 വർഷങ്ങൾക്ക് ശേഷം 2008 അമേരിക്കയിൽ വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും ഫോർഡ് കമ്പനി അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ $2.33 ബില്യൺ കൊടുത്ത് ആ പ്ലാന്റ് JLR പ്ലാന്റ് വാങ്ങിച്ചത് ശ്രീ രത്തൻ ടാറ്റയായിരുന്നു എന്നുള്ളതാണ് പിന്നീടുണ്ടായ യാഥാർത്ഥ്യം. അങ്ങനെ ആ പ്ലാന്റ് അദ്ദേഹം വാങ്ങിക്കുകയും അതിനുശേഷം ആഗോള ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സ് വലിയ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ബ്രസീലിലെ മാർക്കോപോളോ ബസ്സും സൗത്ത് കൊറിയയിലെ ദേവു ട്രക്കും ഫിയറ്റ് ക്രസൽ കാറുകളും ഹിറ്റാച്ചി ഹെവി മെഷീൻസും എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ഡിവിഷനുമെല്ലാമായിട്ട് രത്തൻ ടാറ്റയുടെ ബിസിനസ് ലോകം അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ബിസിനസ് ലോകം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏത് പരാജയത്തെയും നേരിട്ട് വിജയം നേടാമെന്നുള്ളതാണ്. പത്മഭൂഷണം പത്മവിഭൂഷണം എല്ലാം ലഭിച്ച അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കേണ്ട കാലം കടന്നുപോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ ചില വലിയ സത്യങ്ങൾ കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയൊരു സത്യമാണ് തെറ്റുകളെ തെറ്റായിട്ട് അംഗീകരിക്കാനും നമുക്ക് പറ്റിയൊന്ന് അബദ്ധങ്ങളെ അബദ്ധങ്ങളായിട്ട് സ്വീകരിക്കാനുമുള്ള മനോഭാവം എന്ന് പറയുന്നത്. ഹിന്ദിയിൽ വടക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിങ്ങനെയാണ്, ഭൂൽ കർണ പ്രകൃതി ഹേ, മാൻ ലേന സംസ്കൃതി ഹേ, സുധാർ ലേന പ്രകൃതി ഹേ. ഭൂൽ കർണ പ്രകൃതി ഹേ എന്നാൽ മേക്കിംഗ് മിസ്റ്റേക്സ് ഈസ് അവർ നേച്ചർ. അതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരുമില്ല. മാൻ ലേന സംസ്കൃതി ഹേ, acceptance of mistakes shows our culture. Sudhar Lena Pragadiya means correcting mistakes decides our future. അപ്പോൾ a progressive career is to recognize a mistake, accept a mistake, correct a mistake and improve your life.
ഇതെല്ലാമാണ് ഒരു സംരംഭകൻ എങ്ങനെയായിരിക്കണം എന്ന് രത്തൻ ടാറ്റയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാചീന ഭൂതകാലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ വളരെ പഴക്കങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൽ പ്രചരിച്ചിരുന്ന ചാണക്യൻ്റെ വചനങ്ങൾ കടമെടുത്താൽ അത് ഇങ്ങനെയാണ്: യഥാ ചതുർഭ്യം കനകം പരീക്ഷതേ നികർഷണച്ഛേദന താപതാടനെ തഥാ ചതുർഭ്യം പുരുഷ പരീക്ഷതേ ശ്രുതേന ശീലേന കുലേന കർമ്മണി. ജസ്റ്റ് as the purity of gold is tested by means of cutting, rubbing, burning and beating, a entrepreneur is tested by learning. Learning എന്നാൽ ജ്ഞാനം, കോണ്ടക്റ്റ്, സ്വഭാവം, പെഡിഗ്രി, പാരമ്പര്യം, ആക്ഷൻ, കർമ്മനിർവഹണം. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രവൃത്തി നിർവഹണത്തിൻ്റെയും ഉദാത്ത മാതൃകകളിലൂടെ സംരംഭകർ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ ഈ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ, വളരെ ഹാർഡ് വർക്കിലൂടെ, കഠിനാധ്വാനത്തിലൂടെ, നിശ്ചയദാർഢ്യത്തിലൂടെ, വളരെ കൃത്യമായിട്ടുള്ള പുതിയ കൂട്ടുകെട്ടലുകൾ കണ്ടെത്തുന്നതിലൂടെ, ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവൻ അതിനുവേണ്ടി സമർപ്പണം ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പിന്നീട് നമ്മൾ ബ്രാൻഡുകൾ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്നത്. അത്തരം ഒരുപാട് ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ഒരുപാട് സംരംഭങ്ങളുടെ ഒരു തിളക്കമാണ് ഞാൻ ഇന്ന് ഈ മുറിയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ ഒരുപാട് പേരെ നിങ്ങളുടെ കൂടെ കൂട്ടുകയും ഒരുപാട് പേരെ ജീവിപ്പിക്കുകയും ഒരുപാട് പേർക്ക് തൊഴിൽ പ്രദാനം ചെയ്യുകയും എല്ലാം ചെയ്തൊരു മഹാപ്രസ്ഥാനങ്ങളുടെ അമരക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്ന കൂടുതൽ ആളുകളും. അപ്പോൾ എപ്പോഴാണ് സംരംഭകൻ പൂർണ്ണമാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അബ്ദുൽ കലാമിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അബ്ദുൽ കലാം പറഞ്ഞത്, ഒരുപാട് സുന്ദരന്മാരിരുന്നൊരു വേദിയിൽ നോക്കിയിട്ട് അബ്ദുൽ കലാം പറഞ്ഞു, ഇഫ് യു റിയലി വാണ്ട് ടു ലുക്ക് ഹാൻസം പ്ലീസ് ഗീവ് യുവർ ഹാൻഡ് ടു സം എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ മജലിസിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി. അവസാനം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കൈ മറ്റൊരാളുടെ നേരം നീട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആത്മാർത്ഥമായുള്ള പ്രവർത്തനങ്ങളും കഠിനാധ്വാനവും ഒപ്പം തന്നെ പുതിയ കൂട്ടുകെട്ടൽ കണ്ടെത്തുന്നുള്ള വൈഭവവും ഇതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ എന്താണോ നേടുന്നത് മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക എന്ന മഹത്തായ സന്ദേശം കൂടി പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ പ്രസ്ഥാനം സംരംഭകത്വത്തെ അല്ലെങ്കിൽ ഓരോരുത്തരിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഓൺട്രപ്രണർഷിപ്പിനെ വികസിപ്പിക്കുകയും അതുവഴി തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ഒപ്പം തന്നെ വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന സമർത്ഥരായിട്ടുള്ള വ്യക്തികളെ സൃഷ്ടിച്ച് സമൂഹത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം പ്രതിഭകൾ ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാനായിട്ട് അല്ലെങ്കിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഈ സംരംഭത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട്